നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയതും പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ CPM ഗുണ്ടകൾ ആക്രമിച്ചതും ആയ സംഭവം നടന്നിട്ട് ഏകദേശം ഒരു മാസമായിരിക്കുന്നു. കണ്ടാലറിയാവുന്ന 300ഓളം പേർക്കെതിരെയാണ് കേസെടുത്തതെങ്കിലും 26 പേരെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തത്. അതിൽ ഒരു വ്യക്തിക്ക് മാത്രമാണ്, SFI നേതാവായിട്ടുള്ള അമൽ വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇതുവരെ ജാമ്യം ലഭിച്ചത്. അന്നു തന്നെ ഇതിലൊരു ദുരൂഹത മണത്തിരുന്നു. കാരണം CPM നേതാക്കളുടെ ഒരു നിർദ്ദേശമില്ലാതെ ഇത്തരത്തിൽ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ CPM പ്രവർത്തകർ മുതിരില്ല എന്നന്ന് പലരും പറഞ്ഞിരുന്നു. എന്ന് മാത്രമല്ല, ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള പല നേതാക്കളും ബ്രാഞ്ച് തലങ്ങളിലേക്ക് വിളിച്ച് കഴിയുന്നതും വേഗം എത്രയും കൂടുതൽ പ്രവർത്തകർ സംഭവസ്ഥലത്തേക്ക് എത്തണമെന്ന് ആഹ്വാനം ചെയ്തു എന്നുള്ള വിവരവും പിന്നീട് പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് കൂടുതൽ കുരുക്കിലേക്കാണ് ഇപ്പോൾ ഈ പ്രതികളെ കൊണ്ടുപോയിരിക്കുന്നത്. CPMന്റെ ഒരു ശൈലി നമുക്കറിയാം. അവരുടെ ഒരു അക്രമ സ്വഭാവമാണ് അവർക്ക് എപ്പോഴും ഉള്ളത്. അവരുടെ സമരമുറകളും നമുക്കറിയാം. ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുക, പൊതുമുതൽ നശിപ്പിക്കുക, കഴിയുന്നത്ര അക്രമം അവർ ഓരോ സമരങ്ങളിലും കാണിക്കും. അതാണ് CPMന്റെ പ്രവർത്തന ശൈലി. ഇവിടെയും സംഭവിച്ചത് മറിച്ചല്ല. എന്തായാലും ഇവരുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിയത്. 1-2 ദിവസങ്ങൾക്കുള്ളിൽ തങ്ങൾക്ക് ജാമ്യം നേടി പുറത്തു വരാം, വീരനായക പരിവേഷത്തോടുകൂടി വീണ്ടും ഇവിടെ അർമാദിച്ച് ജീവിക്കാം എന്നുള്ളൊരു കണക്ക് കൂട്ടലും ആണ് ഇതോടുകൂടി തെറ്റിയിരിക്കുന്നത്. 25 പേർ ഇപ്പോഴും ജയിലിലാണ്. ഇതിൽ 13-ാം പ്രതിയും 23-ാം പ്രതിയും ഷൈജുവും നന്ദുവും, ഈ 2 പേരും ഇന്നലെ മുൻ ജാമ്യാപേക്ഷയുമായി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. പക്ഷേ കോടതി ചില രൂക്ഷമായ പരാമർശങ്ങൾ നടത്തി. പ്രോസിക്യൂഷന്റെ വാദം ശരിവയ്ക്കുകയാണ് ചെയ്തത്. കാരണം ഈ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും രാവിലെ 7:45-നാണ് ഈ ഒരു പരിശോധന തുടങ്ങിയതെങ്കിലും ഉച്ചയോടുകൂടി ഈ പ്രവർത്തകരൊക്കെ അവിടെ എത്തി എന്നും ഈ സമയത്തിനുള്ളിൽ ആക്രമണം ആസൂത്രണം ചെയ്യാനുള്ള ഒരു നിർദ്ദേശവും സമയവും ഒക്കെ ഇവർക്ക് കിട്ടി എന്നുമാണ് കോടതി ഇന്നലെ പരാമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുണ്ടെന്ന് കോടതി അടിവരയിട്ട് പറയുന്നു. മാത്രമല്ല, ഈ അക്രമത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്. എന്തായാലും കോടതിയുടെ ഈ രൂക്ഷമായ പരാമർശം ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ഗുണ്ടകൾക്ക്, CPM ഗുണ്ടകൾക്ക് പ്രയാസമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇ.ഡി. ഉദ്യോഗസ്ഥർ അന്നു തന്നെ പറഞ്ഞതാണ്, ഇത് നേതാക്കളുടെ അറിവില്ലാതെ, അവരുടെ നിർദ്ദേശമില്ലാതെ തങ്ങൾ ആക്രമിക്കപ്പെടില്ല എന്ന് ഇ.ഡി. ഉദ്യോഗസ്ഥർ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ കേസ് കോടതിയിലെത്തുമ്പോൾ കക്ഷി ചേരാനും അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനു വേണ്ടിയുള്ള രേഖകളൊക്കെ കോടതിയിൽ നിന്ന് അവർ ശേഖരിച്ചിട്ടുണ്ട്. ഇ.ഡി. ഡയറക്ടർ തന്നെ നേരിട്ട് എറണാകുളത്തെത്തി കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ജയിലിൽ കഴിയുന്ന ഗുണ്ടകളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്നുള്ളതാണ്. ഇന്നലെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപാണ് SFI പ്രവർത്തകനായിട്ടുള്ള അമൽ വിജയ്ക്ക് ഈ കേസിൽ ജാമ്യം ലഭിച്ചത്. അത് ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കാൻ വന്ന പോലീസുകാരെ ആക്രമിച്ചു എന്നുള്ള കേസിലാണ്. ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്നുള്ള കേസാണ് ഈ 25 പേർക്കും ജയിലിൽ കിടക്കുന്ന 25 പേർക്കും എതിരെയുള്ളത്. എന്തായാലും കോടതിയുടെ ഈ പരാമർശം ഇവർക്ക് ഈ അടുത്ത കാലത്തെങ്ങും ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും CPM നേതാക്കളൊന്നും ഇപ്പോൾ ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ജയിലിൽ കിടക്കുന്നവരെക്കുറിച്ച് മിണ്ടുന്നില്ല. അവരുടെ ജാമ്യത്തെക്കുറിച്ചോ അവരുടെ കുടുംബത്തെക്കുറിച്ചോ അവരുടെ ഭാവിയെക്കുറിച്ചോ ഒന്നും CPM നേതാക്കൾ സംസാരിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ CPM ഗുണ്ടകളെ ഇനി രക്ഷിക്കാൻ CPMനും കഴിയില്ല എന്നുള്ളതാണ്, പാർട്ടിക്കും കഴിയില്ല. അതുകൊണ്ട് അവർ നിശബ്ദത പാലിക്കുന്നു. എന്തായാലും ഈ CPMകാരുടെ അക്രമം ഇതോടുകൂടിയെങ്കിലും അല്പം കെട്ടടങ്ങും എന്നാണ് നമ്മൾ കരുതിയതെങ്കിലും അതിന് യാതൊരു സാധ്യതയുമില്ല. കാരണം അക്രമ സ്വഭാവം ഇവരുടെ തലച്ചോറിലും രക്തത്തിലും ലയിച്ചു ചേർന്നതാണ്. ഇന്നലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല സമരങ്ങളും, PM ശ്രീക്കെതിരെയും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന SFI പ്രവർത്തകരൊക്കെ നടത്തുന്ന സമരം വളരെ വലിയ രീതിയിൽ അക്രമാസക്തരാകുന്നുണ്ട്. അതിലൊരു പോലീസുകാരൻ ഇന്നലെ ഗുരുതരമായി പരിക്കേൽക്കുകയും അദ്ദേഹത്തിൻ്റെ വിരൽ മുറിഞ്ഞു പോവുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്തേണ്ടത്, ഇത്തരത്തിൽ അക്രമം കാണിക്കുന്ന ഒരു സംഘടന, രാഷ്ട്രീയ പാർട്ടി ഈ CPMഉം SFIയും DYFIയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവരെ നിലയ്ക്ക് നിർത്തേണ്ട ഒരു ബാധ്യത കൂടി ഇനി എന്തായാലും പോലീസിന് മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് കൂടിയുണ്ട്.